ദിവ്യ, ഞാനിവിടെ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 3rd ഇയർ പഠിക്കുക. ഈ പടത്തിന്റെ പേര് ഇത്രയും വെറൈറ്റി ആയതുകൊണ്ട് ചോദിക്കുന്നത്, എന്ത് ഈ പടത്തിൽ ഏത് ആസ്പെക്ട് ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത്? ഈ പേരിനെ പറ്റി ഇത്രയും സംസാരം തന്നെ ഹലോ എനിക്ക് തോന്നുന്നത് അതിനെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും സംസാരിക്കാനുള്ള കാരണം തന്നെ ആ പേര് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പേരിന് തൽക്കാലം ഇപ്പോൾ വേറെ സാധാ പേരാണ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പേരിനൊരു ചർച്ച ഉണ്ടാവുന്നത്. പിന്നെ പ്രേക്ഷകർ ഇത് എന്താ എടുക്കുക എന്നുള്ളത് സത്യസന്ധമായിട്ട് ഞങ്ങളും നോക്കി കാണുന്നതാണ്. ഇതിൽ എന്തായിരിക്കും പ്രേക്ഷകർക്ക്. ഇതിൽ ത്രില്ലർ ഒരു എലമെൻ്റ് ഉണ്ട്, ഇതിൽ ഒരു റിവെഞ്ച് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾ നോക്കി കാണണം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, ഇത് കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈനർ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ നിങ്ങൾ എൻഗേജ് ചെയ്ത് 2 മണിക്കൂർ ഇങ്ങനെ ചില്ലായിട്ട് ഇരുത്തും, ഉറപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് ചെമ്പൻ ചേട്ടൻ നേരിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ എൻ്റെ കഥാപാത്രം ഞാനിതുവരെ ചെയ്ത പോലത്തെ ഒരു കഥാപാത്രമല്ല, അതൊക്കെയാണ്. പിന്നെ ലുക്കുമായിട്ട് സഹകരിക്കാൻ കിട്ടുന്നൊരവസരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ വരാനുള്ള കാരണങ്ങൾ. ചേച്ചിയോട് ചോദിക്കാനുള്ളത്, സിനിമ സെറ്റിൽ മറക്കാൻ പറ്റാത്തൊരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഷെയർ ചെയ്യാമോ? അഞ്ചക്കുള്ള കൂക്കാൻ്റെ സെറ്റിലാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഞാൻ ഭീമൻ്റെ വഴി എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ സിനിമ ചെമ്പോസ്കി പ്രൊഡക്ഷനോട് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്ലസ് ലുക്ക് മണികണ്ഠനേട്ടൻ. അതല്ലാണ്ട് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി സ്പേസ് ആയിരുന്നു. ഇടുക്കിയിലുണ്ടായിരുന്ന ഒരു അടിപൊളി സ്പേസ് ആയിരുന്നു. അവിടെ നമ്മളെല്ലാവരും സെറ്റിലേക്ക് നമുക്ക് മോർണിംഗ് ടൈം കോൾ ടൈം കാണുമല്ലോ, എന്നാലും നമ്മളെല്ലാവരും നേരത്തെ സീ ദ സൺറൈസ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എവറി ഡേ വാസ് വെരി നൈസ് ഇൻ ദ സെറ്റ്. അപ്പോൾ എനിക്കൊരു ഡബിൾ ബാരലിൻ്റെ സീക്വൻസ് ആണ് തോന്നിയത്. അതാണോ ആ സീക്വൻസ് ആണോ? തോക്കുണ്ടെന്നുണ്ട്, പക്ഷെ ഡബിൾ ബാരൽ അല്ല. ചിലപ്പോൾ ആ കളറിങ്ങും പരിപാടിയൊക്കെ കണ്ടിട്ടായിരിക്കും, പക്ഷെ എൻ്റർലി വേറെ തന്നെ ഒരു പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ നമ്പറല്ലേ, തിയേറ്ററിൽ വന്ന് കാണണം എന്തായാലും, ഇത് എക്സ്പീരിയൻസ്. പിന്നെന്താ മണികണ്ഠൻ ചേട്ടനോടുള്ള ചോദ്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കമ്മട്ടിപ്പാടത്തിൽ ആ ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? ഇത് ചോദിക്കാതെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ചെറിയൊരു പരാതി ഞാൻ പറയാം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വൈബ് കുറച്ചും കൂടി തരണം. കുറച്ചുകൂടി പോരാ. ഇടിയും കൊണ്ട് ചമ്പ് നാളുകള് ആരേണ്ടവൻ പരാറ്റ കൂപ്പ് നിനക്ക് ഡിക്കണാന്ന് വീട്ടിൽ പോളിക്കണ പണ്ണിന് പോരാ. ഞാൻ എൻ്റെ അടിവയറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഡയലോഗ് പറയണം. അപ്പൊ ഇത്ര സൗണ്ട് മതിയോ? ഒരു സൗണ്ട് പ്ലീസ്. താങ്ക് യു. ക്വസ്റ്റ്യൻ മെയിൻലി എല്ലാവരോടും കൂടെയാണ് സ്റ്റോറിയെ കുറിച്ചിട്ട്. അഞ്ചക്കുള്ള കൊക്കാൻ എന്ന് പറഞ്ഞിട്ട് പൊറാട്ട് എന്നാണ് നമ്മൾ താഴെ കാണുന്നത്. അപ്പോൾ പൊറാട്ടിന് നമ്മൾ കേൾക്കുമ്പം നാടകം എന്നൊരു പൊറാട്ട് നാടകം എന്നൊരു ഇതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് രീതി എന്ന് പറയുന്നത് ഒരു നാടകത്തിൻ്റെ രീതിയിലാണോ അതോ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് രീതിയാണോ? ഹലോ, അപ്പോൾ ഈ പൊറാട്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് പൊറാട്ട് എന്നുള്ള കലാരൂപത്തെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഈ സിനിമക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് കരുതി ഇതൊരു ഓഫ് ബീറ്റ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നൊരു കഥയല്ല, അല്ലെങ്കിൽ ഒരു നാടകം പോലെ തന്നെ പറയുന്ന കഥയല്ല. ഇത് ലിറ്ററലി ഒരു സിനിമ, ഒരു സ്പീഡ് സ്പേസിൽ നിന്ന് നമ്മൾ ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല എത്രത്തോളം വ്യത്യാസമുള്ള പടമാണ്. അത് സ്ഥിരം നമ്മൾ പറയുന്ന ക്ലീഷ ഡയലോഗാണല്ലോ, ഭയങ്കര വ്യത്യാസമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതൊരു പ്രതീക്ഷ മാത്രമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. മാർച്ച് 15